വെള്ളിയാഴ്ച രാത്രിയിൽ ആപ്പാഞ്ചിറയിൽ വീട്ടമ്മയും 2 മക്കളും ട്രെയിനിടിച്ച് മരിച്ച സംഭവത്തിൽ ഭർത്താവ് പോലീസ് പിടിയിലായി. വൈക്കം പള്ളിപ്പുറത്തുശ്ശേരി ചിറ്റേഴുത്ത് രാജുവിനെയാണ് എടുത്തുരുത്തി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇയാളുടെ അറസ്റ്റ് ഞായറാഴ്ച രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. ആപ്പാഞ്ചിറ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷൻ സമീപം രാജുവിന്റെ ഭാര്യ രജിമോൾ, മക്കളായ രചന, രജിൻ എന്നിവർ ട്രെയിനിടിച്ച് മരിച്ച സംഭവത്തിൽ രജിമോളുടെ സഹോദരൻ അരയങ്കാവ് പുളിയൻപറമ്പിൽ സജിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രാജുവിനെ കസ്റ്റഡിയിലെടുത്തത്. കുടുംബ പ്രശ്നങ്ങളാണ് ദുരന്തത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായ രാജു ഭാര്യയും മക്കളുമായി മിക്കപ്പോഴും കലഹിക്കാറുണ്ടായിരുന്നുവെന്ന് സമീപവാസികൾ പോലീസിനോട് പറഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ സൗന്ദര്യമില്ലെന്നും സ്ത്രീധനം കുറവാണെന്നും പറഞ്ഞു രാജു ഭാര്യയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി വൈകിയും ഭാര്യയും മക്കളും തിരികെ എത്താതിരുന്നപ്പോൾ രാജു ഭാര്യ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് അന്വേഷിച്ചിരുന്നു. സഹോദരിയെയും മക്കളെയും കാണാതായതറിഞ്ഞ് രജിമോളുടെ സഹോദരൻ സജി വെള്ളിയാഴ്ച രാത്രി പരാതിയുമായി വൈക്കം പോലീസിനെ സമീപിച്ചിരുന്നു. ആപ്പാഞ്ചിറയിൽ നടന്ന ദാരുണ സംഭവം അറിഞ്ഞ് വൈക്കം പോലീസ് ഇദ്ദേഹത്തോട് കടുത്തുരുത്തി സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് മരിച്ചവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഭാര്യയുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെയാണ് രാജുവിനെ പള്ളിപ്പുറത്തുശ്ശേരിയിലെ വീട്ടിലെത്തിച്ചത്. ഭാര്യയ്ക്കൊപ്പം മക്കളും മരിച്ച വിവരം രാജു അപ്പോൾ മാത്രമാണ് അറിയുന്നത്. രാജു സംസ്കാര ചടങ്ങിന് എത്തിയതറിഞ്ഞ് ഒരു വിഭാഗം ആളുകൾ എതിർപ്പുമായി രംഗത്തെത്തി ഇയാളെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചിരുന്നു. വെള്ളിയാഴ്ച രാത്രി പള്ളിപ്പുറത്തുശ്ശേരിയിലെ വീട്ടിൽ രാജുവിനെ തിരക്കി പോലീസ് എത്തുമ്പോൾ ഇയാൾ ജീവനൊടുക്കാനായി കയറിൽ കുരുക്കും തീർത്ത് ഇരിക്കുകയായിരുന്നുവെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട്. പാലാ ഡിവൈഎസ്പി ബിജു കെ സ്റ്റീഫൻ, കടുത്തുരുത്തി CI വി രാജീവ്, SI-മാരായ MS ഷാജഹാൻ, കെ ജനചന്ദ്രൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കേസന്വേഷണം നടക്കുന്നത്.